ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പോടെയാണ് 5 നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായത്. മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ഡൽഹിയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ചെറിയ സംസ്ഥാനമായ മിസോറാം ഒഴിച്ചു നിർത്തിയാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷികളായ ബിജെപിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പുകളെ ശ്രദ്ധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ സഹായിക്കുമെന്നതാണ് രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നതും നിഷേധ വോട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഘടകങ്ങളാണ്. മിസോറാമിൽ 81%, രാജസ്ഥാനിൽ 75%, ഛത്തീസ്ഗഡിൽ 74%, മധ്യപ്രദേശിൽ 71% പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം കോൺഗ്രസിൻ്റെയും ബിജെപിയുടെയും ഉറക്കം കെടുത്തുന്നു. ആരുടെ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി കൂടുതലായി പിടിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒപ്പം പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നതും പ്രധാന ഘടകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ബിജെപിക്കും ഇത് ഏറെ പ്രധാനമാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പുകൾ എന്ന നിലയിൽ മോഡിക്കും ബിജെപിക്കും ഇത് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിനാവട്ടെ ഒരിക്കൽ കൂടി അധികാരം പിടിച്ചെടുക്കാനുള്ള ജനപിന്തുണ നേടാനാവുമോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷണശാലയും. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന 5 നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവുകയാണ്. മീഡിയ 1 ഡൽഹി.